തിരുവനന്തപുരം വാഴമുട്ടം പനത്തുറ നിവാസികളുടെ പാലത്തിനായുള്ള കാത്തിരിപ്പിന് ഇനിയും അറുതിയായില്ല. മഴക്കാലത്തും വേനലിലും ഒരുപോലെ സാഹസികതയുടെ കരുത്തിൽ മറുകര താണ്ടുന്ന ഇവരുടെ പാലം എന്ന സ്വപ്നത്തിന് 35 വർഷത്തെ പഴക്കമാണുള്ളത്. ആ റിപ്പോർട്ടിലേക്കാണ് ഇനി. കടലും കായലും അമ്പലവും പള്ളിയും ഒക്കെ ചേരുന്ന ഒരു ഗ്രാമീണ വൈബ്. അങ്ങനെ ഒരു വൈബ് ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാകില്ല അല്ലേ? എന്നാൽ അങ്ങനെ ഒരു വൈബ് അനുഭവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നേരെ പോരെ തിരുവനന്തപുരം തിരുവല്ലത്തിനടുത്തുള്ള വാഴമുട്ടത്തേക്ക്. കടലും കായലും പുഴയും ഒക്കെ ചേർന്ന് മനോഹരമാക്കുന്ന ഇടം വാഴമുട്ടം. പ്രകൃതി കനിഞ്ഞു നൽകിയ എല്ലാ മനോഹാരിതകൾക്കും അപ്പുറം ഇവിടുത്തെ മനുഷ്യർ വർഷങ്ങളായി മുന്നോട്ട് വയ്ക്കുന്ന ഒരാവശ്യമുണ്ട്. വാഴമുട്ടത്തു നിന്നും കരമനയാർ കടന്ന് അക്കരെയുള്ള പനത്തുറയിലേക്ക് പോകാൻ ഒരു പാലം. പനത്തുറ ഒരു പാലം വേണം എന്നുള്ള ആഗ്രഹം എൻ്റെ പ്രായത്തേക്കാൾ കൂടുതലാണ്. 1 നൂറ്റാണ്ട് പഴക്കമുണ്ട്. 1 നൂറ്റാണ്ട് പഴക്കം. ഞാൻ തന്നെ 67 വയസ്സ് പ്രായമായ ആളാണ്. ഞങ്ങൾക്ക് ഇവിടെ പാലത്തിന് തറക്കല്ലിട്ടിട്ട് ഇപ്പോൾ എത്രയായി? 40 വർഷം. 1985 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി പനത്തൂർ സന്ദർശിച്ചിരുന്നു. അന്ന് ജനങ്ങളുടെ ദുരിതം മനസ്സിലാക്കിയതോടെ അടിയന്തരമായി ഒരു പാലം നിർമ്മിക്കാനുള്ള നിർദ്ദേശവും അദ്ദേഹം നൽകി. പദ്ധതിക്ക് തറക്കല്ലിട്ടെങ്കിലും വർഷങ്ങൾക്കിപ്പുറം ബാക്കിയായത് ആ ശിലാഫലകം മാത്രമാണ്. അപ്പോൾ 85 പോയിട്ട് ഇപ്പോൾ 40 വർഷമായി തറക്കല്ലിട്ടിട്ട്. അപ്പോൾ ഈ തറക്കല്ലിടുന്നതിൻ്റെ 40 വർഷമായെങ്കിൽ ഞങ്ങളുടെ ഈ ആവശ്യം അതിനേക്കാൾ ഒരു 40 വർഷം മുമ്പ് ആണ് ഇതിൻ്റെ ആവശ്യം. പാലമില്ലാത്തതിനാൽ തന്നെ 5 കിലോമീറ്ററോളം അധികം സഞ്ചരിച്ചാണ് പ്രദേശവാസികൾ യാത്ര ചെയ്യുന്നത്. നഗരസഭ കടത്തുവള്ളവും തോണിക്കാരനെയും ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇവിടെ അപകടം പതുങ്ങിയിരിക്കുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ റോഡ് തന്നെ നേരെ വന്നിട്ട് ഈ ആറ്റിലോട്ട് വന്ന് ക്രോസ് ആവുന്ന രീതിയിലാണ്. കാര്യം ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് വരുന്നവർ പള്ളി ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നു കഴിഞ്ഞാൽ ഈ റോഡിൽ നിന്ന് നേരെ വെള്ളത്തിലോട്ട് പോകുന്ന അവസ്ഥയിലുള്ളത്. ഈ പൊതുഗതാഗതത്തിന് സേഫ്റ്റി ജാക്കറ്റോ കാര്യങ്ങളോ ഒന്നും അലൗഡല്ല. ഇതുവരെ ഒരു ജാക്കറ്റ് പോലും കൊടുത്തിട്ടില്ല. രാത്രി ആയിക്കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ വീഴുന്ന ആൾക്കാരെ വെളിയിൽ നിന്നുള്ളവർക്ക് രക്ഷിക്കാനോ വേറെ ഒന്നിനും സാധിക്കില്ല. 2 ഭാഗത്തും ലൈറ്റില്ല. ലൈറ്റില്ലാത്തത് തന്നെ വലിയൊരു ദുരിതമാണ്. ഈ ദുരിതയാത്രയ്ക്ക് അറുതി വേണമെന്നും പാലം നിർമ്മിക്കാനുള്ള നടപടി അടിയന്തരമായി ആരംഭിക്കണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.